السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. قال النبي صلى الله عليه وسلم: ألا إن الأضحية حية تنجي صاحبها മിൻ ഷദ്ദി ദുനിയ വൽ ആഖിറ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹബഹുമാനാദരവ് നിറഞ്ഞ അടക്കുള്ള മഹല്ല് കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ, കാരണവന്മാർ, ചെറുപ്പക്കാർ, മഹല്ല് നിവാസികൾ, അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിരുമാറാവട്ടെ. എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ സദുദ്ദേശവും അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നാമുമായി ബന്ധപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിശുദ്ധമാക്കപ്പെട്ട മാസം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ വളരെയേറെ ആവേശത്തോടു കൂടി എല്ലാ വർഷവും നാം ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ടൊരു കർമ്മമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉളഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. വളരെ ആവേശത്തോടു കൂടി, ഇഖ്ലാസോടു കൂടി സ്വന്തമായിക്കൊണ്ട് ഒരുവിനെ ഇറക്കുന്നവരുണ്ട്. എന്നാൽ 7 ആളുകൾ കൂടിക്കൊണ്ട് പങ്കാളികളായിക്കൊണ്ട് ഇറക്കുന്നവരുണ്ട്. എന്നിരുന്നാൽ പോലും നാം ആ ഒരു പ്രതിഫലത്തെ, ആ ഒരു കർമ്മത്തിൻ്റെ പ്രതിഫലത്തെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്താറില്ല. ഓരോ വർഷവും കൃത്യമായിക്കൊണ്ട് നാം അതൊക്കെ ശ്രദ്ധിച്ചു പോരുന്നവരാണ്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഉദഹീയത്തിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ, കാര്യങ്ങളൊക്കെ ഒരുപാട് വിശാലമായ ചർച്ചയാണ്. എന്നാൽ നമ്മൾ ഉദഹീയത്ത് അറക്കുന്നവർക്ക് ലഭിക്കുന്ന ഏതാനും ഒരു 5 പ്രതിഫലങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. മഹാനായ അബൂ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അതിലൊന്നാമത്തെ ഒരു പ്രതിഫലമായിക്കൊണ്ട് ഉദഹീയത്ത് മൃഗത്തിൻ്റെ, ഉദഹീയത്ത് അറക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഉദഹീയത്ത് അറക്കുന്ന മൃഗത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് ഉറ്റി വീഴുന്ന ആദ്യത്തെ ആ ഒരു തുള്ളി ഉണ്ടല്ലോ, കഫാറത്തുല്ലി 40,000 ഖതിഅ. ആ ഒരു തുള്ളിക്ക് 4000 പാപങ്ങൾ പൊറുക്കുന്ന പ്രതിഫലമാണ് അല്ലാഹു തആല കൊടുക്കുക. ഒരൊറ്റ തുള്ളിക്ക് ഭൂമി ലോകത്തിന് ഉറ്റി വീഴുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലമാണ് 4000 പാപങ്ങൾ അല്ലാഹു തആല അയാൾക്ക് പൊറുക്കാൻ ആ ഒരു രക്തത്തുള്ളി കൊണ്ട് കാരണമാകുമെന്ന്, അതൊരു പ്രായശ്ചിത്തമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്. രണ്ടാമതായിക്കൊണ്ട് ഒരു പ്രതിഫലം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല ഇന്നൽ ഉളഹിയ്യത ഹിയത്തുൻ തുൻജി സ്വാഹിബിഹാ മിൻ ശർരി ദുനിയ വൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമുള്ള വലിയൊരു സംരക്ഷണമാണ്, ഇഹപര പ്രയാസങ്ങളിൽ നിന്നുള്ള വലിയൊരു സംരക്ഷണമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉളഹിയ്യത്ത് കർമ്മം. അപ്പോൾ ഏതെന്നെല്ലാം പ്രയാസങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വലിയൊരു കാവലാണ്, വലിയ സംരക്ഷണമാണ്, നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉളഹിയ്യത്ത് കർമ്മം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പോൾ ഇഹബര പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനുള്ള വലിയൊരു നിദാനമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉളഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുക. പാരത്രിക ലോകത്തുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, അതിൽ നിന്ന് സംരക്ഷണമാണ്. ഭൗതികമായ ലോകത്തുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വലിയ സംരക്ഷണമാണ് ഉളഹിയ്യത്ത് കർമ്മം. മൂന്നാമതായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരിക്കൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, മുഹമ്മദീയ സമുദായത്തിൽ ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് എന്ത് പ്രതിഫലമാണ് നിങ്ങൾ നൽകുന്നത്, എന്ത് പ്രതിഫലമാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്, ഇലാഹി മാ സവാബു മൻ ലഹാ മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്, ആ മൃഗത്തിൻ്റെ ഓരോ രോമങ്ങൾക്കും പകരമായിക്കൊണ്ട് 10 നന്മകൾ ഞാൻ അയാൾക്ക് രേഖപ്പെടുത്തും, 10 തിന്മകൾ ഞാൻ അയാൾക്ക് മായ്ച്ചു കളയും, 10 ദർജകൾ, പദവികൾ അയാൾക്ക് രേഖപ്പെടുത്തും. ഇത് ഉളഹിയ്യത്ത് കർമ്മം, ഉമ്മത്ത് മുഹമ്മദിൽ ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് വിശദീകരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രതിഫലമാണ് നാലാമതായിക്കൊണ്ട് പറയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമാ ഇന്നഹു യുജാഉ ബിദമിഹ വലഹ്മിഹ ഫയുളഉ ഫി മീസാനിക 70 ളഅഫ. ഈ ഉളഹിയ്യത്ത് കർമ്മത്തിൽ നാം ഉപയോഗിക്കപ്പെട്ടതായ ആ മൃഗത്തിൻ്റെ രക്തം, മാംസം, അതെന്താവും, പരലോകത്ത് മീസാനിൽ എന്താവും, വെക്കപ്പെടുമെന്നാണ്.
നന്മ തൂക്കപ്പെടുന്ന തുലാസിൽ അത് വെക്കപ്പെടുമ്പോൾ ഫയൂദാഫി മീസാനൊക്കെ 70 ളഅഫ, അത് 70 ഇരട്ടിയായിക്കൊണ്ട് വെക്കപ്പെടുന്നതാണ് നിൻ്റെ മീസാൻ. ഈ മാംസവും രക്തമൊക്കെ മീസാനിൽ നന്മയുടെ തുലാസിൽ അത് വെക്കപ്പെടും, 70 ഇരട്ടിയായിക്കൊണ്ട് വെക്കപ്പെടും. അപ്പം നന്മ കനം തൂങ്ങാൻ എത്രയോ വലിയ ഒരു പ്രതിഫലമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉദ്ഹിയത്ത് കർമ്മം. കാരണം ഉരുവിൻ്റെ മാംസവും രക്തമൊക്കെ നാളെ മീസാനിൽ വെക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 70 ഇരട്ടിയായിക്കൊണ്ട് ഭാരം തൂങ്ങും, നന്മയുടെ തുലാസിൽ അത് കനം തൂങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായിക്കൊണ്ട് ഒരു പ്രതിഫലം പറയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ നല്ല മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി ലോകമാന്യത്തോടെയോ അല്ലെങ്കിൽ ഞാൻ ഇത്ര വലിയ ഉരുവിനെ അർത്തിക്കണം അല്ലെങ്കിൽ ഞാൻ ഇതിൽ പങ്കാളിയായിക്കണം, ഞാൻ ഉദയത്തിക്കണം നിർവഹിച്ചിക്കണം എന്നൊന്നുമില്ല താല്പര്യം. ഇഖ്ലാസോടുകൂടി നല്ല മനസ്സോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഉദഹിയത്ത് കർമ്മം അറുത്തു കഴിഞ്ഞാൽ കാനത്തലോ ഹിജാബം മിനന്നാർ, അത് നരകത്തിൽ നിന്നുള്ള വലിയൊരു മറയാണ് ആ വ്യക്തിക്ക്. കാരണം നരകത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയൊരു മറയായിക്കൊണ്ട് ഈ ഉളിയത്ത് കർമ്മം അദ്ദേഹത്തിന് മുന്നിൽ വരും, അത് പ്രത്യക്ഷപ്പെടും. അതിൽ നിന്ന് ഹിജാബാണ്, കാനത്തലോ ഹിജാബം മിനന്നാർ. അപ്പോൾ ഉദഹിയത്തിൽ ഇഖ്ലാസ് വേണം എന്നതിൽ നമുക്ക് മനസ്സിലായി. മാത്രമല്ല പേരെടുക്കാൻ വേണ്ടിയോ ഒരു ദുരുദ്ദേശത്തിനൊന്നും ആവരുത്, പ്രതിഫലം ആഗ്രഹിക്കുക. മാത്രമല്ല ഉദഹിയത്ത് എന്നുള്ളത് അത് നരകശിക്ഷയിൽ നിന്നുള്ള വലിയൊരു മോചനമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.